ഹായ് ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. അപ്പം നമ്മൾ ഇന്നൊരു സിനിമയുടെ ട്രെയിലറാണ് റിയാക്ഷൻ ചെയ്യണേ. ഇതൊരു ട്രെയിലർ റിയാക്ഷൻ അല്ല. ഈ പടം ഓൾറെഡി റിലീസ് ചെയ്തിട്ട് ഒരു 1 ഡേ ആയിട്ടുണ്ട്. അപ്പം ഈ പടം ഞാൻ നിലവിൽ കണ്ടിട്ടില്ല, ഇതിൻ്റെ ട്രെയിലറും കണ്ടിട്ടില്ല. ടീസർ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തായിരുന്നു, എൻ്റെ ഒപ്പീനിയനൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് അതുപോലെ തന്നെ ഒരു വീഡിയോ ആണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിന് മാക്സിമം ഈ പടത്തിനെ കുറിച്ചുള്ള എന്താണ് ഈ പടം എങ്ങനെയുണ്ട്, അടിപൊളിയാണ്, കണ്ടവരെല്ലാവരും എല്ലാവരും തന്നെ മാക്സിമം ഇതിനകത്ത് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഈ പടം കാണാൻ പോകണമെന്ന് വലിയ ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഈ പടം കണ്ടു. അപ്പോൾ കണ്ടവരെല്ലാവരും പറയുന്നത് ഈ പടം അടിപൊളി പടമെന്നാണ്. അപ്പം മാക്സിമം ഞാൻ പോകണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് തിരക്കായതുകൊണ്ട് മാത്രം പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഒരു രക്ഷയില്ലാത്ത പടമെന്ന് പറഞ്ഞാട്ടെ, മലയാള സിനിമയാണെന്ന് തോന്നത്തേ ഇതെന്നാണ് മിക്ക ആൾക്കാരും പറഞ്ഞാട്ടെ. അപ്പം ഞാൻ പോവുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ബെസ്റ്റ് റിവ്യൂ തന്നെ തരാൻ ശ്രമിക്കാം. എങ്ങനെയെങ്കിലും ഈവനിങ് ആയാലും ഞാൻ പോകണം നോക്കി തന്നെയാണ് ഇരിക്കുന്നത്. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും പോയി കാണുക. കണ്ടതിന് ശേഷം ഇതിനകത്ത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക പടം എങ്ങനെയുണ്ടെന്ന്. മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവിയാണെന്നാണ് പറയണേ. ഇതൊരു സൂപ്പർ ഹീറോ മൂവി കേട്ടോ, ആ ഒരു ബേസിലാണ് ഞാൻ സംസാരിക്കണേ. മറ്റുള്ള സിനിമയായിട്ട് കമ്പയർ ചെയ്ത് സൂപ്പർ ഹീറോ മൂവിയാണ്. ലൈക്ക് സ്പൈഡർമാൻ, സൂപ്പർമാനൊക്കെ പോലെ അങ്ങനത്തെ ഒരു പടമെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ ഒരു മറ്റുള്ള സൂപ്പർ മൂവീനായിട്ട് ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നണേ ഒരു ഹീറോയിൻ, ഒരു ലേഡി സൂപ്പർ ഹീറോ ആയിട്ട് തന്നെ ഫസ്റ്റ് മൂവി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിലവിൽ നമ്മുടെ മലയാളത്തിലോ ഇന്ത്യയിലൊന്നും ലേഡി മീൻസ് വുമൻസ് ഒന്നും സൂപ്പർ ഹീറോസ് ആയിട്ട് വരാറില്ല, വളരെ കുറവാണ്. മീൻസ് നോർമൽ ഒരു സ്റ്റോറി ബേസ് ഒരു സൂപ്പർ ഹീറോ അല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഒരു എന്താ പറയണേ, സൂപ്പർ പവേഴ്സ് ഉള്ള, പറക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണ ഒരു അങ്ങനത്തെ ഒരു വേഷം ഇതുവരെ ആരും ചെയ്തിട്ടില്ല. എന്നാ മലയാളത്തിൽ തന്നെ പറയണതെന്ന് എനിക്കറിയില്ല. അമാനുഷിക ശക്തിയുള്ള ആ ടൈപ്പ് ഒരു ക്യാരക്ടേഴ്സൊന്നും മലയാളത്തിൽ ഒരു ലേഡീസൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ആകെ വന്നത് നമുക്ക് മലയാളത്തിൽ നിന്ന് ഏതാ മിന്നൽ മുരളി വന്നായിരുന്നു, അങ്ങനെ കുറച്ചും കൂടെ വന്നിട്ടുണ്ടോ. പക്ഷേ ഇത് കല്യാണി പ്രിയദർശൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർ ആക്ടറായിട്ടാണ് അഭിനയിച്ചേക്കണേ. പക്ഷെ വളരെ അടിപൊളി മൂവിയാണെന്നാണ് എല്ലാവരും പറഞ്ഞാട്ടെ. പറ്റുമെങ്കിൽ എല്ലാവരും പോയി കാണുക, പറ്റുമെങ്കിൽ എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് വരുന്ന ഒരു സൂപ്പർ ഹീറോ മൂവി ആയതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ മലയാളം ഇതുപോലെ മൂവീസൊന്നും പൊതുവേ സാധാ ഇൻഡസ്ട്രിയിൽ, ഇന്ത്യയിലെ തന്നെ ഇൻഡസ്ട്രി തന്നെ ആരും തന്നെ വരാറില്ല. കാരണം ഒരു സൂപ്പർ ഹീറോയിൻ മൂവി പൊതുവേ ആൾക്കാർക്ക് തന്നെ താല്പര്യമില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടം കേട്ടോ. പ്രത്യേകിച്ച് ലാറ ക്രാഫ്റ്റ് അങ്ങനെയുള്ള കുറേ പടങ്ങളുണ്ടല്ലോ. ലാറ ക്രാഫ്റ്റ് അല്ല, നമ്മുടെ ഫീമെയിൽ സൂപ്പർ ഗേളോ, അങ്ങനെ കുറേ പടം ഉണ്ടല്ലോ. സൂപ്പർമാൻ്റെ തന്നെ കുറേ പടങ്ങളുണ്ട്. അതുപോലെ തന്നെ ലൂസി, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും ലൂസി. ഇങ്ങനെ കുറേ പടങ്ങളുണ്ട് ഇംഗ്ലീഷിലൊക്കെ. നമുക്ക് മലയാളത്തിൽ മാത്രമാണ് ഇങ്ങനെ സൂപ്പർ ഹീറോ മൂവീസ് ഇല്ലാതെ. അപ്പോൾ മലയാളത്തിലൊരു മൂവി ആദ്യമായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മാക്സിമം ഫസ്റ്റ് തന്നെ അങ്ങനെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ട്രെയിലർ കണ്ടില്ല കേട്ടോ ഗൈസ്, തിരക്കായതുകൊണ്ട്. ഇപ്പോഴാണ് ഞാൻ ട്രെയിലർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ കാണാം. ഓക്കെ, സൗണ്ട് എല്ലാം ഉണ്ടെന്ന് വിചാരിക്കണം. സാധാരണ എല്ലാം ചെയ്ത് സൗണ്ട് കാണാറില്ല. എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര സബ്സ്ക്രൈബും സപ്പോർട്ടും കുറവാണ്. മാക്സിമം എൻ്റെ സപ്പോർട്ടും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉടനെ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. കറക്റ്റ് ഒപ്പീനിയൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എൻ്റെ കറക്റ്റ് ഒപ്പീനിയൻ തന്നെ ഞാൻ പറയുന്നതായിരിക്കും. അതുപോലെ പറ്റുമെങ്കിൽ ഞാനിപ്പോൾ നിലവിലും ഈ പടം കണ്ടിട്ടില്ല ഗൈസ്. പടം വന്നിട്ട് ഒരു 2 ദിവസം 1 ദിവസം കണ്ട് സംതിങ് ആയിട്ടുണ്ട്. ഞാൻ പടം കാണാൻ പോകാൻ പറ്റാത്തതാണ്. അപ്പം ഞാൻ പറ്റുമെങ്കിൽ നാളെ എപ്പോഴെങ്കിലും ഒന്ന് പോയി കാണുവാണെങ്കിൽ കണ്ടതിന് ശേഷം കറക്റ്റ് ഒപ്പീനിയൻ ഞാൻ വന്ന് പറയുന്നതാണ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ട്രെയിലർ പ്ലേ ചെയ്യാം. റീഫ്രഷ് ചെയ്യാം. എന്നെ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൂപ്പര് പറയും. നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ പെണ്ണെ. ഒരു ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യും. പ്രശ്നങ്ങളൊന്നും പോയി ചാടരുത്. ഒരു ഫ്ലിങ്സിൻ പിടി. നിന്നെ கண்டறியல നിനക്ക് அந்த ஆப்ஷன். எங்கள் அப்பா சொல்லுவார், உலகத்தில் 2 விதமான பொம்பளைங்க இருப்பாங்கன்னு. ஒன்று நல்லவங்க, எங்கள் அம்மா மாதிரி. இன்னொன்று ഡഗാറുണ്ട്. നമ്മൾ കാണുന്ന പോലെ അല്ല ആൾക്കാർ. ഇവളാരാ എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയ പോലുമില്ല.
സാധാരണ കൂടി അല്ല നല്ല സിക്കത്തിന് Men deal with men. No woman needed. Understand? പറക്കൂടാ. മിത്ത്, ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കുള്ളതാണെന്നറിയാം. എന്നെ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മൂപ്പര് പറയും. ഓ എല്ലാ ഭാഷ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ട്രെയിലറാണ് കേട്ടോ. അടിപൊളി ട്രെയിലർ. കണ്ട സിനിമ മലയാളം തന്നെയാണ്. ടീസർ കൊള്ളായിരുന്നു. ട്രെയിലർ എനിക്ക് കുറച്ചുകൂടെ സീൻസ് ഇഷ്ടപ്പെട്ടത് ടീസറിലെ കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ കഴിഞ്ഞാലിട്ട് വന്നേക്കുന്ന ഷോട്ടുകൾ ഭയങ്കര ക്ലാരിറ്റി കേട്ടോ. ഇവർ ശരിക്കും ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്തല്ലേ. കണ്ടിട്ട് CGI ഒന്നല്ല, ഒറിജിനലാണ്. എല്ലാം അന്യായ ഈ കളർ ഗ്രേഡിയൻ്റ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിലിങ് വേണ്ടിയൊക്കെ കൊള്ളാല്ലേ. മ്യൂട്ട് ചെയ്തിട്ട് ട്രൈ ചെയ്ത് മനസ്സിലാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഡീറ്റെയിലിങ്. അത് ഇതിനെന്തോ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇങ്ങനെ മൂവി എടുക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അത്ഭുതം. ഇവരൊക്കെ എവിടെയായിരുന്നു പോലും എൻ്റെ പൊന്ന്. അവിടെ ഇംഗ്ലീഷിലൊക്കെയാണ് കൂടുതലും ഞാൻ ഇങ്ങനത്തെ മൂവീസ് കാണാൻ. ഒരുപാട് പടങ്ങൾ കാണാറുണ്ട്. മലയാളത്തിൽ ഞാൻ ചിന്തിച്ചിട്ടും കൂടി ഇല്ല കേട്ടോ ഒരു പടം ഈ ഒരു ലെവലിൽ ഡീറ്റെയിലിങ് വെച്ചൊരു പടം വരും എന്നുള്ളത്. ഗ്രാഫിക്സും ഫ്രെയിം കൊള്ളാട്ടോ. പ്രത്യേകിച്ച് ഈ ഫ്രെയിമൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മലയാളം മൂവിയുടെ ഫ്രെയിമായിട്ടേ തോന്നൂല. ആ ഗ്രാഫിക്സ് ഗൺഫയറിൻ്റെ മേലേക്കുള്ള സൈഡിൽ നിന്ന് ആ ഒരു ഇത് വന്നിട്ടല്ലോ ഫ്ലെയിം. പൊതുവേ ആ ഫ്ലെയിം പൊതുവേ മിക്കവർക്കും തെറ്റിച്ചാണ് ചെയ്യണത്. പക്ഷെ ഇതൊക്കെ ഫ്ലെയിമൊക്കെ എക്സാക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എഡിറ്റിങ് കാര്യങ്ങളൊക്കെ പക്ക എഡിറ്റിങ് കേട്ടോ. പക്ക ഫ്രെയിം, അടിപൊളി ഫ്രെയിം എന്ന് പറഞ്ഞാൽ പറയണ്ട. പ്രത്യേകിച്ച് ആ ഒരു ഷോട്ട്. അതൊരു ഫൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഫൈറ്റ് ശരിക്കും മലയാളത്തിൽ കൊറിയോഗ്രാഫർ ചെയ്തതെന്ന് തോന്നില്ല. അത്രയ്ക്ക് ഇങ്ങനത്തെ ഫൈറ്റ് പൊതുവെ മലയാളത്തില്ല. ഹീറോ മൂവി ഈ എന്താ പറയുക ഡയറക്റ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടുത്തെ ആൾക്കാർക്കായാലും ഒരു സജഷൻ പോലും കിട്ടത്തില്ല നിലവിൽ. കാരണം ഇന്ത്യയിൽ പോലും അങ്ങനെ സൂപ്പർ ഹീറോ മൂവി എടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ ഒരു മോഡേൺ ടൈപ്പ് എന്താ പറയുക, ഇപ്പോഴത്തെ എല്ലാവരും പറയില്ല സൂപ്പർമാൻ, അവഞ്ചേഴ്സ്, ഇങ്ങനത്തെ ഒരു മൂവി റെഫർ ചെയ്യാൻ പോലും നമുക്കൊരു മൂവി കാണാമെന്നല്ലാതെ ഒരു ഡയറക്ടറോ ആരോടും ചോദിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് ഇപ്പം മലയാളത്തിൻ്റെ ഇങ്ങനൊരു മൂവി എടുക്കുക എന്ന് പറഞ്ഞാൽ ആൾക്ക് നല്ല പാഷനുള്ളതായിട്ട് ഒരാൾക്ക് മാത്രമാണ് ഇങ്ങനത്തെ ഒരു പടം എടുക്കാൻ പറ്റുള്ളൂ. എല്ലാം നല്ല പക്ക ഡീറ്റെയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് കേട്ടോ. ഒരു KGF പോലെയൊക്കെ അതുപോലെ ഒരു മാസമായിട്ട് തന്നെ ഒരു പടം തോന്നുന്നു. കണ്ടിട്ടില്ല, പടം റിലീസ് ചെയ്ത് ഗൈസ് പോയി കാണുക, മാക്സിമം പോയി കാണുക. ഫസ്റ്റ് മലയാളത്തിലെ ഹീറോയിൻ വരുന്ന സൂപ്പർ ഹീറോയിൻ മൂവിയാണ്. അപ്പോൾ പോയി കാണുക. കാണേണ്ട പടമായിരിക്കും, അടിപൊളിയാണെന്ന് തോന്നണം. ട്രെയിലർ തന്നെ മലയാളത്തിൽ ട്രെയിലറിൻ്റെ ഫ്രെയിമേ അല്ല കേട്ടോ, ഒരു രക്ഷയില്ല. സാധാരണ കാണുമ്പോൾ തന്നെ ഒരു മലയാളത്തിലെ ഫ്രെയിം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. കളർ ഗ്രേഡിങ് ഇപ്പോഴത്തെ പടമൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കളർ ഗ്രേഡിങ് എനിക്ക് ഫുള്ളി ഫൈറ്റ് ഇത് ആ ഷോട്ട് കണ്ടോ, ഒരു രക്ഷയില്ല. മലയാളത്തിലെ നോർമൽ ഫ്രെയിംസ് നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊക്കെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫ്രെയിംസ് കേട്ടോ, ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ മേളിൽ നിന്ന് ഡൗൺ ചെയ്ത് നോക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ എനിക്ക് മെയിനായിട്ട് അസാസിൻ ക്രീഡിൻ്റെ ഒരു ലുക്ക് ആട്ടോ ശരിയതേ. ഒരു രക്ഷയില്ല ഈ ഒരു ലുക്ക്. ഈ ഒരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നത് ബെസ്റ്റായിട്ട് ആക്ട് ചെയ്യണ ബെസ്റ്റ് ക്യാരക്ടർ കല്യാണമായിരിക്കും. അതൊക്കെ ഇവർ തിരഞ്ഞെടുത്തത് കേട്ടോ. ശരിയാ, നോർമലുള്ള ഒരു ഫ്രെയിം അല്ല. ഇതൊക്കെയാണ് നോർമൽ ഫ്രെയിംസ്. പൊതുവെ
പക്ഷെ ഇതിലൊക്കെ അവരൊരു വിനിയേറ്റ് സ്റ്റൈല് കുറച്ച് ഷെയ്ഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കളർ ഗ്രേഡിങ് ആട്ടോ അത് ചെയ്താൽ. ഒരു നിഗൂഢത എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ലൈറ്റിങ്ങും ഫുള്ള് ഡാർക്കാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ഗ്രേഡിയൻ്റ് നല്ല രീതിയിൽ ബ്ലൂ റെഡ് കൊള്ളാം. എന്നാലും പക്ഷെ മലയാളത്തിലെ മൊത്തത്തിൽ നോർമൽ ഫ്രെയിമിൽ പോലും അവർ നല്ല രീതിയിൽ ഗ്രേഡിങ്ങും ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ ആ ഒരു ക്ലാരിറ്റി. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടാൽ ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, അതുകൊണ്ടാട്ടോ പറയണേ. സോറി എനിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എന്തായാലും നമുക്ക് ഉടനെ തന്നെ മൂവി പോയി തിയേറ്ററിൽ കാണാം. അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ പടം കണ്ടിട്ടുള്ള ആൾക്കാർ മാക്സിമം പോയി ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പടം എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് ജസ്റ്റ് മലയാളത്തിൽ ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോയിൻ മൂവി ആയ ആ ഒരു ഇതിനെപ്പറ്റി മാത്രമുള്ള അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ മാക്സിമം എല്ലാവരും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം പ്രത്യേകിച്ച് എന്താ പറയണ്ടേ, എല്ലാവരും പോയി കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക. ഓക്കെ ഗൈസ്, നമുക്ക് പറഞ്ഞാൽ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്, ഇറ്റ്സ് മീ അർജുൻ.